Hello guys, welcome to Calibri Training and Development. Let's talk English. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് കണ്ടിരുന്നത്. അതായത് വാക്കുകളുടെ ലെവലിലുള്ള ഇംഗ്ലീഷിന്റെ പഠനം. വാക്കുകളെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു ഘടകമായ പ്രോനൗണിനെ കുറിച്ചാണ്. ഈ പ്രോനൗൺ എന്താണെന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഒരു വാക്കിനെ പ്രോനൗണിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. പ്രോ പ്ലസ് നൗൺ. നൗൺ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പേരുകളാണ്, നെയിംസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ പ്രോ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും iPhone 11 Pro, MacBook Pro തുടങ്ങിയ വാക്കുകളൊക്കെ. എന്നാൽ ആ പ്രോ അല്ല ശരിക്കും ഈ പ്രോ. ആ പ്രോ എന്ന് പറയുന്നത് പ്രൊഫഷണൽ എന്ന വാക്കിന് വേണ്ടി നിലകൊള്ളുന്നതാണെങ്കിൽ ഇവിടെ ഈ പ്രോ എന്ന വാക്ക് ലാറ്റിനിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പ്രിഫിക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എന്നാണ് അർത്ഥം. FOR. ഫോർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അതിന് പുറത്ത് എഴുതാണ്ട് ഫോർ യു, ജസ്റ്റ് ഫോർ യു, നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി. ഫോർ എന്ന വാക്കിനർത്ഥം വേണ്ടി എന്നാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. പ്രോ നൗൺ മീൻസ് ഫോർ നൗൺ, അതായത് നൗണിന് വേണ്ടി. നൗണിന് വേണ്ടി നിലകൊള്ളുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രോനൗണിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേഴ്സൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്തിനാണ് ഇതിനെ ഇങ്ങനെ 3 പേഴ്സൺസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഇപ്പോൾ സംസാരിക്കുന്ന ആൾ, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. ഞാൻ ആരോട് സംസാരിക്കുന്നുവോ അയാളാണ് സെക്കൻഡ് പേഴ്സൺ. ഇനി ഞങ്ങൾ രണ്ടുപേരും ആരെക്കുറിച്ച് സംസാരിക്കുന്നു അയാളാണ് തേർഡ് പേഴ്സൺ. ഇങ്ങനെ 3 പേഴ്സൺസ് ആയിട്ട് ഈ എൻറ്റയർ പ്രോനൗൺ തിരിച്ചിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഒരു കളം വരച്ച് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പേഴ്സൺ കാറ്റഗറിയിൽ വരുന്ന 2 വാക്കുകളാണ് ഐ ആൻഡ് വി. ഐ എന്ന് പറയുന്നത് സിംഗുലറും വി എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. പ്ലൂറൽ സിംഗുലർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ഒന്ന് മാത്രമുള്ളതും പ്ലൂറൽ ഒന്നിൽ കൂടുതലുള്ളതുമാണ്. സെക്കൻഡ് കാറ്റഗറി സെക്കൻഡ് പേഴ്സൺ യു ആണ്. അതായത് ഞാൻ ആരോട് സംസാരിക്കുന്നുവോ അയാൾ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ അവൻ, അവൾ, അത്, അവർ തുടങ്ങിയ വാക്കുകളുടെ ഇംഗ്ലീഷ് രൂപമാണ് ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഈ 4 വാക്കുകളാണ് തേർഡ് പേഴ്സൺ കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ വാക്കുകളും ദേ എന്ന് പറയുന്നത് പ്ലൂറൽ വാക്കുമാണ്, അതായത് ഒന്നിൽ കൂടുതലുള്ളതാണ്. ഇതിപ്പോൾ ഹി എന്ന് പറയുന്നത് അവനാണെങ്കിൽ ഷീ എന്ന് പറയുന്നത് അവളാണ്. ഇതിലേതും ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്നത് ദേ ആണ്. ഇനി ഈ ടേബിളിൽ നിങ്ങൾക്ക് പല കോളങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ ഞാൻ മുകളിൽ സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് സെന്റൻസിന്റെ ബേസിക് രൂപമെന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. SVO എന്ന് പറയും. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ വളരെ വ്യക്തമായി അത് പറഞ്ഞിരുന്നു. മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും സെന്റൻസ് സ്ട്രക്ചറിലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇംഗ്ലീഷിന്റെ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ആണ്. അതായത് ഒന്നാമത് വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ. പ്രവൃത്തി ചെയ്യുന്ന ആളുടെ പൊസിഷനിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുമ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ. ഇനി അവിടെ നിന്നും മാറി സബ്ജക്റ്റിന്റെ പൊസിഷനിൽ നിന്നും മാറി ഒബ്ജക്റ്റിന്റെ പൊസിഷനിലേക്ക് വരുമ്പോൾ, അതായത് സെന്റൻസിന്റെ അവസാന ഭാഗത്തേക്ക് ഇതേ വാക്കുകൾ തന്നെ വരുമ്പോൾ അതിന്റെ രൂപത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അതാണ് ഞാൻ സെക്കൻഡ് കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. മുകളിൽ ഒബ്ജക്റ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ നമ്മൾ ഇതേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഐ എന്നല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് മീ എന്നാണ്. വി എന്നതിന് പകരം അസ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഓരോന്നിലും വരുന്ന മാറ്റം ഞാൻ വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. യുവിന് മാത്രം മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല, അത് യു പോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഹി ഹിം ആയി മാറുന്നു, ഷീ ഹെർ ആയി മാറുന്നു, ഇറ്റ് തന്നെയാണ്, ദേ എന്ന വാക്ക് ദെം ആയി മാറുന്നു. ഈ മാറ്റം, സബ്ജക്റ്റിലും ഒബ്ജക്റ്റിലുമുള്ള ഈ മാറ്റം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിവുണ്ടാവണം. ഒരിക്കലും നമുക്ക് ഒരേപോലെ വാക്കുകൾ തുടക്കത്തിലും അവസാനത്തിലും സെന്റൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇത് കൂടാതെ മൂന്നാമതൊരു കാറ്റഗറി കൂടി നമുക്കിവിടെ പറയാൻ സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറിൽ നമ്മൾ ഇതിനെ കേസസ് എന്നാണ് വിളിക്കുന്നത്. 3 കേസുകളാണ്. ഇതിനെ നമ്മൾ നോമിനേറ്റീവ് കേസ് എന്ന് പറയും,
അക്യൂസറ്റീവ് കേസ് ആൻഡ് പൊസസീവ് കേസ്. നിങ്ങളങ്ങനെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഈ പേരുകളൊന്നും പഠിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ആൻഡ് ഓണർഷിപ്പ് എന്ന് എഴുതിയത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓണർഷിപ്പ്. അതായത് നമ്മുടെ ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു വാക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഈ പ്രോനൗൺ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രൂപത്തിൽ വീണ്ടും ഒരു മാറ്റം വരും. ഐ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ഉടമസ്ഥാവകാശമാകുന്നില്ല, അത് ഞാൻ എന്നാണ്. എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സാധനത്തെക്കുറിച്ച് പറയണമെങ്കിൽ എൻ്റെ എന്ന് ഞാൻ പറയണം. അപ്പോൾ ഞാൻ എന്ന വാക്കിൽ നിന്നും എൻ്റെ എന്ന വാക്കിലേക്കുള്ള ഒരു മാറ്റം അത് ഇംഗ്ലീഷിലുമുണ്ട്. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഐയിൽ നിന്നും മൈ എന്ന വാക്കിലേക്ക്. ചില സമയങ്ങളിൽ നമ്മൾ മൈ എന്നതിന് പകരം മൈൻ ഉപയോഗിക്കാറുണ്ട്. അതെവിടെയാണെന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാനിവിടെ 2 എണ്ണം എഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ദിസ് ഈസ് മൈ കാർ, അവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മൈ ആണ്. ദിസ് കാർ ഈസ് മൈൻ. ആ സെന്റൻസിന്റെ രൂപത്തിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ മൈ എന്നുള്ളത് മൈനായി മാറി. അതുപോലെ തന്നെയാണ് അവർ അല്ലെങ്കിൽ അവേഴ്സ്. ദിസ് ഈസ് അവർ ഹൗസ്, ഇത് ഞങ്ങളുടെ വീടാണ്. ദിസ് ഹൗസ് ഈസ് അവേഴ്സ്. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ ചെറിയൊരു മാറ്റം വന്നു. ഇതുപോലെ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. യോർ, യോഴ്സ്, ഹിസ്, ഹെർ, ഹേഴ്സ്, ഇറ്റ്, ഇറ്റ്സ്, ദെയർ, ദെയേഴ്സ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോനൗണിന് ഡിഫറെൻറ്റ് കേസസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രൂപങ്ങളുള്ളതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ നിന്ന് നിങ്ങൾക്കത് വളരെ വ്യക്തമായി എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എത്തുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.